ഇന്ത്യ ഭരിക്കുന്നതാണ് ഒരുത്തനാണ് കസേരയിൽ ഇരിക്കുന്നത്. ഇനി നടക്കില്ല. ഇനി നിങ്ങൾ വാലണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെയും നിങ്ങളുടെ മുന്നത്തെയും നിങ്ങളുടെ പിന്നത്തെയും 3 തലമുറയെ ചവിട്ടിത്താത്തി കളയും. ഒന്നും ചെയ്യില്ല. എന്റെ താക്കോലടക്കം ഞാൻ വെച്ചിരിക്കുക. പാപ്പു ഒന്നും ചെയ്യരുത്, ഞങ്ങൾ പാവങ്ങളാണ്. നിങ്ങൾ ചവിട്ടി താക്കല്ലേ പ്ലീസ്. എങ്ങനെങ്കിലും ഒന്ന് അരി മേടിച്ച് ജീവിച്ചോട്ടെ. കെന്നഡിയെ, ഈ ഞങ്ങളുടെ വാലൊക്കെ ചവിട്ടി താക്കാൻ പോവല്ലേ, അതൊരു വേന കൊണ്ട് വയ്യ. ഞാനിങ്ങനെ എൻ്റെ വാല് ചവിട്ടാൻ വരുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോണ്ട് ഞങ്ങൾക്കല്ല ചവിട്ടി കിട്ടിയത്. ഇത് ചവിട്ടി കിട്ടിയ ആളുകൾ ഇതുണ്ട്. നമ്മുടെ വിശ്വാസത്തിനും വളരെയധികം ഭീഷണികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായ സമയമാണ്. കന്യാസ്ത്രീകളും വൈദികരുമൊക്കെ പലപ്പോഴും പലയിടത്തും ക്രിസ്ത്യാനികളാകുന്നു എന്നുള്ളതിന്റെ പേരിൽ ആടിയേൽക്കുന്നതും ദണ്ഡനമേൽക്കുന്നതും ഒക്കെ TV മുഖാന്തരം നമ്മളൊക്കെ കാണുന്നുണ്ട്. ഞങ്ങളുടെ വാല് ഞങ്ങളുടെ നടുവിന് ചവിട്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചവിട്ടുകൊള്ളുവാണ്. എന്ത് കഷ്ടമാണ്. കെന്നഡി പറഞ്ഞത് ആണൊരുത്തനാ ഭരിക്കുന്നത്, നിങ്ങൾ വാല് പൊക്കത്തില്ല, വാലിൽ ചവിട്ടുമെന്നൊക്കെ പറഞ്ഞത്. ഇതിപ്പോ നിങ്ങൾ കന്യാസ്ത്രീകൾക്ക് ചവിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. ആള് മാറിയതായിരിക്കും. ഞങ്ങളെ ചവിട്ടാൻ പറയണം. മനുഷ്യ എന്താണ് അവസ്ഥ ഇതൊക്കെ? എന്താ ദൈവമേ, എന്റെ റബ്ബേ, എന്തൊക്കെ കാണുന്നത്? ആള് മാറി ചവിട്ടിയതാണെന്ന് ഒന്ന് പറഞ്ഞേക്ക്. അവരോട് പറഞ്ഞ് കാണു പറയാം, തൊപ്പിയും താടിയെ കാണുമ്പോൾ ചവിട്ടാൻ പറ. പൊന്നാലക്കാരെ, എന്റെ പൊന്നുക്കനടി തമാശ കളിക്കരുത്.